ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കോപം എന്ന പാപം ഒരു തലമുറയിൽ നിന്ന് അടുത്ത തലമുറയിലേക്കും തൊട്ടടുത്ത തലമുറയിലേക്കും എങ്ങനെ കടന്നു പോകുന്നുവെന്നും അത് വരുത്തുന്ന തകർച്ചകളും അല്ലെങ്കിൽ അനന്തരഫലങ്ങളും എന്ത് എന്നുള്ളതുമാണ് വചനാടിസ്ഥാനത്തിൽ നാം ഇന്ന് ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കോപം എങ്ങനെ ദൈവത്തിൻ്റെ പ്രവൃത്തിയെ തടയും എന്നുള്ളതിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒരുപാട് പേരുടെ ജീവിതത്തിൻ്റെ അകത്ത് അത് അനുഗ്രഹമായിരുന്നു. അതിനോടനുബന്ധിച്ച് തന്നെ വളരെ ഗൗരവമായ ഒരു വിഷയം ദൈവജനത്തിൽ നിന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്നെന്നല്ല കുറച്ച് നാളുകളായി, കുറച്ച് വർഷങ്ങളായി പല പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അനേകർ ദൈവിക വിടുതലുകൾ അനുഭവിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വചനത്തിൽ നിന്ന് മനസ്സിലാക്കി തന്ന ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കണമെന്ന് അതെ ആഗ്രഹിച്ചതുകൊണ്ട് ഇന്ന് അതിനുള്ള സമയം എടുക്കുകയാണ്. കോപം മാത്രമല്ല, എല്ലാ പാപങ്ങളും തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് പിന്തുടരുന്നതാണ്. ഞാൻ ഇതിനെക്കുറിച്ച് പഠിച്ചപ്പോൾ വചനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അതിൻ്റെ ഒരു വ്യക്തമായ തെളിവ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഒരൊറ്റ വാക്യത്തിലാണ്: ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. അപ്പോൾ പാപവും മരണവും എന്താ പറയുന്നത്, ഒരു വൃക്ഷത്തിൻ്റെ വേര് മണ്ണിൽ എങ്ങനെ ആഴ്ന്നിറങ്ങുന്നത് പോലെ തലമുറകളിൽ നിന്ന് തലമുറകളിലേക്ക് ഇത് പാസ് ചെയ്തു പോകുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. എൻ്റെ പ്രാർത്ഥനയിലും ഞാൻ ചെയ്ത ശുശ്രൂഷകളിലുമൊക്കെ ദൈവം എനിക്ക് മനസ്സിലാക്കി തന്നതും ഞാൻ പഠിക്കുവാനായിട്ട് ശ്രമിച്ചതുമായ ഒരു കാര്യത്തിൽ നിന്ന് ചില കാര്യങ്ങൾ മനസ്സിലായത്, ഈ പാപം എന്ന് പറയുന്നതിനെ നമ്മൾ ഒരു ഒറ്റ പേരിട്ട് വിളിക്കുമ്പോഴും അതിൻ്റെ കുറച്ച് വ്യത്യസ്തതകളുണ്ട്. ചില കുടുംബങ്ങളിൽ കുടുംബ തകർച്ചകളായിരിക്കും. ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില തകർച്ചകൾ അവരുടെ പിൻതലമുറകളിൽ സെയിം ടൈമിൽ വന്ന കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. ചിലരുടെ വിദ്യാഭ്യാസം ഇടയ്ക്ക് വെച്ച് തകർന്നു പോകുമ്പോൾ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ സെയിം കാര്യം പിൻതലമുറകളിൽ സംഭവിച്ചതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം ഇങ്ങനെയുള്ള പിന്തുടർന്നു പോകുന്ന ചില പാപങ്ങൾ, മറ്റു ചില കാര്യങ്ങൾ അത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ശാപം എന്ന് പറയുന്ന ഒരു പദം ഞാൻ ഉപയോഗിക്കുന്നില്ല, കാരണം ഈ ശാപത്തെക്കുറിച്ചുള്ള ഒത്തിരി മെസ്സേജുകൾ വലിയ ചർച്ചാ വിഷയമായതുകൊണ്ട് ശാപം തീർച്ചയായിട്ടുമുണ്ട്, വചനാടിസ്ഥാനത്തിലുണ്ട്. ചിലർ എന്നോട് പറഞ്ഞു, പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് വേണോ വേണ്ടായോ എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ആർക്കെങ്കിലും അറിയാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് അടുത്ത ദിവസങ്ങളിൽ ചെയ്യാം. അനുഗ്രഹം കൈമാറ്റം ചെയ്യപ്പെടുന്നത് പോലെ തന്നെ ശാപവും കൈമാറിപ്പോകുന്നതാണ്. പോകട്ടെ, അതല്ലല്ലോ നമ്മുടെ വിഷയം. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഒരു കാര്യത്തെ വ്യക്തമായി തിരിച്ചറിഞ്ഞ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടുകൂടി യേശുക്രിസ്തുവിൻ്റെ കാൽവറി രക്തത്താൽ ശുദ്ധീകരണം പ്രാപിച്ച് നമ്മൾ അതിൻ്റെ അകത്ത് വേണ്ടുവണ്ണമുള്ള ഒരു ജയം നമ്മൾ നേടേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെയുള്ള പാപപ്രവർത്തികൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നമ്മൾ അനുവദിച്ചു കൊടുത്താൽ അത് അടുത്ത തലമുറയിലേക്ക് പോവുകയും വലിയ കുടുംബ തകർച്ചകൾ, വലിയ ആത്മീക തകർച്ചകൾ ആ കുടുംബത്തിൽ നേരിടുന്നത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റും. അതാണ് ഇന്ന് വചനത്തിൽ നിന്ന് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇതിന് നമ്മൾ എടുക്കുന്ന വേദഭാഗം എന്ന് പറയുന്നത് ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം 1 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. എല്ലാ വാക്യങ്ങളും എടുത്ത് നിങ്ങളുമായിട്ട് സംസാരിക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ കോപം എന്ന് പറയുന്ന ഒരു പാപത്തെക്കുറിച്ചാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലേ പറഞ്ഞു, കോപം നല്ലൊരു വികാരമാണ്, ദൈവം തന്ന നല്ല വികാരമാണ്. നമ്മുടെ അമർഷങ്ങൾ, നമ്മുടെ എതിർപ്പുകളൊക്കെ പ്രകടിപ്പിക്കാൻ പറ്റിയതാണ്. മക്കളോടൊന്നും കോപിക്കരുത് എന്നുള്ളതല്ല, ന്യായമായ കാര്യത്തിന് കോപിക്കരുതെന്നല്ല, ആത്മീക വിഷയത്തിന് കോപിക്കരുതെന്നല്ല. പക്ഷേ ഇവിടെ കയ്യിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ അവിടെ കയ്യിന് ഏറ്റവും കോപമുണ്ടായി എന്നുള്ളതാണ്. ചിലർ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന സ്വഭാവമുള്ളവരാണ്. ചിലർ ഫുൾ ടൈം ഇങ്ങനെ മൂശാട്ട പിടിച്ച് ആരിശം മൂത്ത് ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? ഇത് ദൈവികമല്ല, ഇത് ദൈവം ഇഷ്ടപ്പെടുന്നില്ല. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞതുപോലെ മനുഷ്യന്റെ കോപം ദൈവത്തിന്റെ നീതിയെ പ്രവർത്തിപ്പിക്കുന്നില്ല. ആ സന്ദേശത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അത് നമ്മൾ വിശദമായി ചിന്തിച്ചതുകൊണ്ട് വീണ്ടും അത് ആവർത്തിക്കേണ്ട ആവശ്യമില്ല. കാണാത്തവർ ആ വീഡിയോ പോയി ഒന്ന് കാണുക. ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ അകത്ത് കുറച്ച് കോപമൊക്കെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷേ ആത്മീക ശുശ്രൂഷകൾക്ക് വേണ്ടി ഞാൻ ഉപയോഗിക്കപ്പെടുവാൻ അത് തടസ്സമാണെന്ന് മനസ്സിലാക്കിയ പരിശുദ്ധാത്മാവ് എനിക്കതിനെക്കുറിച്ച് വ്യക്തമായ ആലോചനകൾ തന്നു. ഒത്തിരി പ്രാർത്ഥിച്ച് ഞാനതിനെ ഓവർകം ചെയ്യാൻ ദൈവം എനിക്ക് കൃപ തന്നു. അപ്പം ഇതിനെയൊക്കെ ഓവർകം ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മൾ കൃപ പ്രാപിക്കുക, ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലുക, തിരിച്ചറിവ് നമുക്കുണ്ടാകുക എന്നുള്ളതാണ്. പോകട്ടെ,
ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞതാണ്, ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകൻ ഒരു കോപത്തിൽ നിന്ന് ആദ്യത്തെ കൊലപാതകം ഒരു കോപത്തിൽ നിന്നുണ്ടായ കൊലപാതകമാണ്. അത് കയീനും ഹാബേലും തമ്മിലുണ്ടായ പ്രശ്നമാണ്. എന്തുകൊണ്ട് കയീനിലും എന്തുകൊണ്ട് ഹാബേലിലും ഒക്കെ അവരുടെ യാഗങ്ങളിൽ ദൈവം പ്രസാദിക്കാതിരുന്നു എന്നുള്ളതിനെ കുറിച്ച് പിന്നീട് മറ്റൊരു വീഡിയോ ചെയ്യാം. അപ്പൊ നമുക്കറിയാം, ഹാബേലിൽ ദൈവം പ്രസാദിച്ചു, കയീനിൽ അവന്റെ വഴിപാടിൽ ദൈവം പ്രസാദിച്ചില്ല. പ്രസാദിക്കാതിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ യഥാർത്ഥമായ ഒരു സ്വഭാവമാണ് അവിടെ വെളിപ്പെട്ടു വന്നത്. കയീൻ കോപിച്ചു എന്നുള്ളതല്ല, കയീന് സത്യമായിട്ടും പറഞ്ഞാൽ ഉഗ്രകോപമുണ്ടായി. ആ കോപത്തെ തടസ്സപ്പെടുത്തുവാൻ, അല്ലെങ്കിൽ അവന്റെ മുഖം വാടിയിരിക്കുന്നത് കണ്ട് അത് മനസ്സിലാക്കിയ ദൈവം അവനെ കറക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുവെങ്കിലും അവനതിന് തയ്യാറായില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന് വിധേയപ്പെടുക എന്നുള്ളതാണ്. ഇല്ലേ? അങ്ങനെയാണ്. 4-6 വാക്യം, നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്തിന്? പാപം നിന്റെ വാതുക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നിലേക്കാണ്, നീ അതിനെ കീഴടക്കണം. കാരണം കയീന്റെ പിൻതലമുറകളിൽ വലിയ ദുരന്തങ്ങൾ സംഭവിക്കുവാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ ത്രികാലജ്ഞാനിയായ ദൈവം ഒരു കാര്യത്തിന്റെ ആരംഭത്തിങ്കൽ തന്നെ അതിന്റെ അവസാനത്തെ കാണുന്ന സർവശക്തനായ ദൈവം ഇത് ഈ കുടുംബത്തിനകത്ത് വലിയ ദുരന്തങ്ങൾ വരുത്തുമെന്ന് മനസ്സിലാക്കി കയീന് വാണിംഗ് കൊടുത്തു. പക്ഷെ കയീൻ ആ വാണിങ്ങിനെ അവഗണിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവം നൽകുന്ന വാക്കുകൾ ദൈവദാസന്മാരിലൂടെ, പ്രിയപ്പെട്ടവരിലൂടെ, വചനത്തിലൂടെയൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ ഒരിക്കലും പുറംകാലം കൊണ്ട് ചവിട്ടിക്കളയരുത്. വളരെ ഗൗരവമായിട്ട് നമ്മൾ അതിനെ എടുക്കണം. എടുത്തിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു ശപിക്കപ്പെട്ട തലമുറയായി കയീന്റെ തലമുറ മാറത്തില്ല. പോകട്ടെ, കയീന്റെ പിൻതലമുറയിൽ സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. പരിശുദ്ധാത്മാവ് നമുക്കത് വെളിപ്പെടുത്തി തരട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു, ഒരു പാപം അടുത്ത പാപത്തിന് വഴിവെക്കുകയാണ്. അവിടെ നിന്ന് വയലിലേക്ക് വീണ്ടും സഹോദരനെ കൊണ്ടുപോകുന്നു, കയർക്കുന്നു, കൊലപാതകം ചെയ്യുന്നു. ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകനായി മാറുന്നു. 9 വാക്യത്തിൽ യഹോവ കയീനോട്, നിന്റെ അനുജനായ ഹാബേൽ എവിടെ എന്ന് ചോദിച്ചതിന്, ഞാൻ അറിയുന്നില്ല, എൻ്റെ അനുജന്റെ കാവൽക്കാരനോ എന്ന് ചോദിച്ചുകൊണ്ട് ദൈവത്തിന് സ്തോത്രം, ദൈവത്തോട് സംസാരിക്കുന്നവനെ കാണാനായിട്ട് പറ്റും. ദൈവം നീതിയുള്ള ന്യായാധിപതിയായ ദൈവമാണ്. അനീതിയെ ചോദ്യം ചെയ്യുന്ന ദൈവമായതുകൊണ്ട് ദൈവം ആ കാര്യം കയീനോട് ചോദിച്ചു. പക്ഷെ കയീന്റെ മറുപടി ഒട്ടും നല്ലതല്ലായിരുന്നു. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബേസിക്കലി അദ്ദേഹത്തിന്റെ ക്യാരക്ടർ അതാണ്, അദ്ദേഹത്തിന്റെ സ്വഭാവം അതാണ്. ഈ ആരാധനയിലും പ്രാർത്ഥനയിലും ഒക്കെ വരുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടാകാത്തത് നമ്മുടെ സ്വഭാവം മാറുന്നില്ല എന്നുള്ളതാണ്. ഇല്ലേ? ഇതൊക്കെ പ്രസംഗിക്കാനും ഒന്നും ആൾക്കാർ നമ്മൾ കാണുന്നില്ല. ഞാൻ വളരെ റയറായിട്ട് മാത്രമേ ഇത് കാണുന്നുള്ളൂ. എങ്ങനെ അനുഗ്രഹിക്കപ്പെടണം, എന്തെല്ലാം വിടുതൽ കിട്ടും, ഇങ്ങനെ ചെയ്താൽ കിട്ടും, അങ്ങനെ ചെയ്താൽ കിട്ടും, പറയുന്നവരൊക്കെ പറയട്ടെ. പക്ഷേ അടിസ്ഥാനപരമായി ജീവിതത്തിൻ്റെ അകത്ത് രൂപാന്തരം ഉണ്ടാകണം. ഇത് കയ്യിനില്ലായിരുന്നു. അത് തന്നെയാണ് ആ വ്യക്തിയുടെ യാഗത്തിൻ്റെ അകത്ത് ദൈവം പ്രസാദിക്കാതിരുന്നതിൻ്റെ പ്രധാന കാരണം. അവിടെ നിന്ന് ദൈവം കയീനെ ശപിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് പറ്റുന്നത്. കാരണം രക്തപാതകം എന്ന് പറയുന്ന ഒരു വലിയ കുറ്റം, രക്തം ചീന്തി ഒരു കുറ്റം ദൈവം വെറുതെ വിടുന്നില്ല. അന്നും ഇന്നും കുറ്റത്തിന് ശിക്ഷയുണ്ടെന്ന് മാത്രമല്ല, ദൈവിക ശാപങ്ങൾ ഏറ്റുവാങ്ങേണ്ടതായിട്ട് വരും. അങ്ങനെയൊക്കെ ഏറ്റുവാങ്ങിയ കുടുംബങ്ങളുണ്ട്, തലമുറകളുണ്ട്. നമുക്കത് കാണാനായിട്ട് പറ്റും. വേദപുസ്തകത്തിൽ ഒത്തിരി സംഭവങ്ങൾ ഉണ്ട്, ഇന്നത്തെ കാലത്തും ഉണ്ട്. അപ്പം ഞാൻ അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്ന് പറയുന്ന വിഷയം യഥാർത്ഥമായിട്ട് മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയുക. അതിനെക്കുറിച്ച് നമുക്ക് 1-2 വീഡിയോസ് നമുക്ക് അതിനെക്കുറിച്ച് ചെയ്യാം, ഒന്ന് മനസ്സിലാക്കാൻ. വചനാടിസ്ഥാനത്തിൽ അല്ലാത്ത ഒരു കാര്യവും പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. അങ്ങനെ അദ്ദേഹം ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം എന്തായാലും കരുണയുള്ളവനായ ദൈവം അവനോട് പറഞ്ഞു, ഞാൻ തിരുസന്നിധി വിട്ട് ഭൂമിയിൽ ഉഴലുന്നവനാകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, നിന്നെ ആരെങ്കിലും കൊന്നാൽ അവന് ഞാൻ 7 ഇരട്ടി പകരം കൊടുക്കും. അപ്പൊ ദൈവം പറയുന്ന ഒരു കാര്യം, നീ ഉഴലുന്നവനാകും എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ അകത്ത് നിനക്ക് ഒരിക്കലും സമാധാനം കിട്ടത്തില്ല, ഒരിക്കലും നിനക്ക് സ്വസ്ഥത കിട്ടത്തില്ല. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, യഥാർത്ഥമായ വചനത്തിലേക്ക് വരുമ്പോൾ 4:16 വാക്യം, അനന്തരം കയീൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. യഹോവയുടെ സന്നിധി, പ്രസൻസ് ഓഫ് ദ ലോർഡ്. വേദപുസ്തകത്തിൽ യഹോവയുടെ സന്നിധിയിൽ നിന്നവരും പോയവരുമുണ്ട്. യോന യഹോവയുടെ സന്നിധി വിട്ട് പോയി എന്നുള്ളതാണ് നമ്മൾ വായിക്കുന്നത്.
അബ്രഹാം സോദോം ഗോമറ പട്ടണങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിൽക്കുമ്പോൾ യഹോവയുടെ സന്നിധിയിൽ നിന്നു എന്നാണ് വായിക്കുന്നത്. ഇവിടെ നമ്മൾ കാണുന്നത് യഹോവയുടെ സന്നിധി വിട്ടു എന്ന് പറഞ്ഞാൽ ദൈവം മുമ്പാകെ, ദൈവ മുന്നിൽ നിന്ന് അവന്റെ കുടുംബം മുൻപോട്ട് പോവുകയാണ്. അങ്ങനെ മുൻപോട്ട് പോയവൻ ഏദന് കിഴക്ക് നോദ് ദേശത്തേക്ക് ചെന്ന് പാർത്തിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് അവൻ ഒരു പട്ടണം പണിതു, തൻ്റെ മോന്റെ പേരിട്ടു. ഹി ബിൽറ്റ് എ സിറ്റി. അപ്പൊ നിങ്ങൾ നോക്കണം, ദൈവം ഉഴലുന്നു എന്ന് പറഞ്ഞവൻ പോയി പട്ടണം പണിതു. എന്ത് മനസ്സിലായി? നമ്മൾ പല ഡെവലപ്മെന്റുകളും വലിയ അനുഗ്രഹവും എന്ന് പറഞ്ഞ് നമ്മൾ ഉയർത്തി കാണിക്കുന്ന പലതും വാസ്തവത്തിൽ അനുഗ്രഹമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നീ ഉഴലുമെന്ന് പറഞ്ഞവനാണ് പോയി ഭൂമിയിലെ ആദ്യത്തെ പട്ടണം പണിതത്. അത് ദൈവികമായിരുന്നു, ദൈവഹിതമായിരുന്നു. എല്ലാ അനുഗ്രഹങ്ങളും എന്നുള്ള ആ ഒരു അനുഗ്രഹത്തിന്റെ പേര് നമ്മൾ ചാർത്തുന്ന പലതും അനുഗ്രഹമല്ല. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് നിങ്ങളോട് എപ്പോഴെങ്കിലും ദൈവം അനുവദിക്കുന്നെങ്കിൽ നമുക്കൊക്കെ ചില തിരുത്തലുകൾ വേണം. അതിനാണ് പരിശുദ്ധാത്മാവ് ഈ നാളുകളിൽ എന്നെ പോലെയുള്ളവരെ ദൈവം എഴുന്നേൽപ്പിച്ചത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഹോവയാം ദൈവത്തിന്റെ സാന്നിധ്യം, യഹോവയാം ദൈവം ഇസ്രായേലിന്റെ പാളയത്തിൽ നിന്ന് മാറി നടന്നപ്പോഴും അവർക്ക് മന്നയുടെ വരവ് നിന്നില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ അകത്തെ ഈ ഭൗതിക അനുഗ്രഹങ്ങളെ വെച്ച് ദൈവത്തിന്റെ ബന്ധത്തെയും ദൈവപ്രസാദത്തെയും ഒന്നും അളക്കാൻ ശ്രമിക്കരുത്. അതൊക്കെ തെറ്റിദ്ധാരണയാണ്. അപ്പം ആദ്യത്തെ പട്ടണം, ഭൂമിയിലെ ആദ്യത്തെ പട്ടണം പണിതു. ആരാ പട്ടണം പണിതത്? ശാപം കിട്ടിയവൻ, കോപമുണ്ടായവൻ, ദൈവസന്നിധിയിൽ നിന്ന് വിട്ടവൻ. ദൈവം മുമ്പാകെ നിൽക്കുന്നവന്റെ ജോലി പട്ടണം പണിത് ഭൂമിയിൽ വലിയ സമ്പന്നനായി ജീവിക്കുക എന്നുള്ള കാര്യമൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്. പിന്നീട് അവന്റെ കുടുംബത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഹാനോക്ക് എന്ന് പറയുന്ന ഒരു പേരിട്ടു, ഇല്ലേ? നമുക്കറിയാം, ഹാനോക്ക് എന്ന് പറയുന്ന മറ്റൊരു വ്യക്തി ദൈവത്തോടു കൂടെ നടന്നു, ഇല്ലേ? രണ്ടുപേരും ഇവിടെ ഹാനോക്ക് എന്ന് പറയുന്ന പേരാണ് മലയാളം ബൈബിളിൽ നമ്മൾ കാണുന്നത്. പേരുകൊണ്ട് കാര്യമില്ല. ദാനിയേൽ എന്ന് പറഞ്ഞ പേരിട്ടിട്ട് പ്രവാചകനായ ദാനിയേലിന്റെ 1% പോലും സ്വഭാവമില്ലാത്ത ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ട്. യോഹന്നാൻ എന്ന് പേരിട്ടിട്ട് യേശുവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ആ യോഹന്നാന്റെ പേര് കളഞ്ഞ് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ പേരിടുന്നത് കൊണ്ട് കാര്യമില്ല. സ്വഭാവ രൂപാന്തരമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പിന്നീട് നിങ്ങൾ താഴോട്ട് വരുമ്പോൾ ഇങ്ങനെ കോപമുള്ളവനും ദൈവിക ശാപം ഏറ്റുവാങ്ങിയവന്റെയും പിൻതലമുറകളിൽ സംഭവിക്കുന്ന കാര്യം എന്താണ്? ഹാനോക്കിനൊരു മകനുണ്ടായി, ഈരാദ്. ഈരാദിന് മെഹുയയേൽ, മെതുശയേൽ, ലാമേക്ക്. ഇങ്ങനെയാണ് ആ ജനറേഷൻ പോകുന്നത്. ഭൂമിയിലെ ആദ്യത്തെ ബഹുഭാര്യത്വം, 2 ഭാര്യമാരെ എടുത്തത് ദൈവസന്നിധി വിട്ട് പോയ ഈ കോപാകുലനായ, ഈ സ്വഭാവമുള്ള, ദൈവപ്രസാദം നേടാത്ത, ശാപം കിട്ടിയവന്റെ തലമുറയിലാണ് ഭൂമിയിലെ ആദ്യത്തെ ബഹുഭാര്യത്വം. ലാമേക്ക്, ആദ എന്നും സില്ല എന്നും. ഈ ലാമേക്കിനെ കുറിച്ച് നിങ്ങളൊന്ന് പഠിച്ചേ. അതാണ് ഞാൻ പറഞ്ഞത്, കോപിക്കുന്നവന്റെ പിൻതലമുറയിൽ സംഭവിക്കുന്ന കാര്യം. ലാമേക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുന്നത് 23-ാം അധ്യായത്തിൽ. ലാമേക്ക് തന്റെ ഭാര്യമാര് 2 പേരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ വചനത്തിന് ചെവി തരിക, എൻ്റെ മുറിവിന് പകരം ഒരു പുരുഷനെയും എൻ്റെ പരിക്കിന് പകരം ഒരു യുവാവിനെയും കൊല്ലും. പക്ഷെ ഇംഗ്ലീഷ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് ഐ ഹാവ് കിൽഡ് എന്നാണ്, ഞാൻ കൊന്നുവെന്നാണ് എഴുതിയിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പം ഞാൻ അതിൻ്റെ അകത്തൊരു വിഷയമുണ്ട്. ഈ കയ്യീൻ പോയപ്പോൾ കയ്യീൻ എവിടുന്ന് ഒരു പെണ്ണിനെ കിട്ടി എന്നുള്ള, അല്ലെങ്കിൽ അത് ബൈബിളിൽ തെറ്റല്ലേ എന്ന് അതിന് ഉത്തരവുണ്ട്. പക്ഷെ അത് പറയാനുള്ള സമയമല്ല ഇത്. അത് വേണമെങ്കിൽ പിന്നീട് എങ്കിലും ആകാം. അപ്പം നോക്കിക്കേ, തൻ്റെ മുറിവിന് പകരം, തൻ്റെ പരിക്കിന് പകരം മനുഷ്യനെ കൊല്ലുന്നവനായി ലാമേക്ക് മാറി. അത് മാത്രമല്ല, യഹോവ കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇവിടെ യഹോവ എന്നുള്ളത് അദ്ദേഹം മാറ്റിയിട്ട് കയ്യിന് വേണ്ടി 7 ഇരട്ടി പകരം ചെയ്യുമെങ്കിൽ ലാമേക്കിന് വേണ്ടി 77 ഇരട്ടി പകരം ചെയ്യുമെന്ന് പറഞ്ഞു. ദൈവം ചെയ്യുമെന്നല്ല പറഞ്ഞത്, അർത്ഥത്തിൽ ഞാൻ തന്നെ ചെയ്യുമെന്നുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ നിങ്ങളൊന്ന് നോക്കിക്കേ, അപ്പൻ്റെ എത്ര മടങ്ങ് സ്വഭാവമുള്ളവനായി മോൻ മാറി. കുടുംബ തകർച്ചയുണ്ടായി, ബഹുഭാര്യത്വമുണ്ടായി, കൊലപാതകമുണ്ടായി. അങ്ങനെ ഒരു ജനറേഷൻ പോകുമ്പോൾ ഹാബേലിന് പകരം ഒരു മകനുണ്ടായി, ശേത്ത്, ഏനോശ്, കേനാൻ, മഹലയിൽ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ ആ തലമുറയിൽ ദൈവാരാധനയുണ്ട്, ദൈവത്തോടുകൂടെ നടന്നവരുണ്ട്. നോഹയെപ്പോലെയൊക്കെ ഉള്ളവർ ദൈവത്തിൻ്റെ വഴികളിൽ നടന്നവരുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, യഥാർത്ഥമായി തലമുറകളിൽ പിന്തുടരുന്ന പല പാപത്തിൻ്റെ പ്രവൃത്തികളെയും തിരിച്ചറിഞ്ഞ് വാസ്തവത്തിൽ പ്രാർത്ഥിച്ച് യേശുവിൻ്റെ രക്തത്താലുള്ള
ആ ഒരു വിടുതൽ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമ്മൾ മുൻപോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് അനുഗ്രഹമാണ്. അപ്പോൾ പാപങ്ങൾ പലതും തലമുറകളിൽ പിന്തുടരുന്നതാണ്. ശാപങ്ങളും അബ്രഹാമിന്റെ കാലത്ത് ഫെലിസ്തീർ കിണറുകളടക്കം മണ്ണിട്ടൊക്കെ സംഭവങ്ങളൊക്കെ നമുക്കറിയാമല്ലോ, ഇല്ലേ? അപഹരിച്ചു കൊണ്ടുപോവുകയും മണ്ണിട്ട് മൂടുകയും ചെയ്തത് പിൻതലമുറകളിൽ അതേ കാര്യം സംഭവിച്ചു. അപ്പോൾ അതൊക്കെ നമ്മുടെ മനസ്സിലിരിക്കട്ടെ. പ്രാർത്ഥിക്കാം, പാപത്തെ നമുക്ക് ജയിക്കാം. പാപത്തെ ജയിക്കുന്ന ദൈവകൃപയെക്കുറിച്ച് ഞാൻ ഇതുവരെയും ഒരു മെസ്സേജ് തന്നിട്ടില്ല, വരുന്നുണ്ട് പിന്നാലെ. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ആ മെസ്സേജുകൾ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയും ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു.